പൊതിച്ചോറ് പരിപാടി മുരളി നിർത്തി. സർക്കാർ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഡിവൈഎഫ്ഐ, സേവാഭാരതി എന്നീ സംഘടനകൾ നടത്തുന്ന പൊതിച്ചോറ് വിതരണം ഇനി നടക്കില്ല എന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചിരിക്കുകയാണ്. അദ്ദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വെച്ചാണ് ഇത്തരം ഒരു പ്രസ്താവന നടത്തിയത്. പകരമായി എന്താണ് സംവിധാനമെന്നും അദ്ദേഹം പറയുന്നു. അതായത് ഓരോ മെഡിക്കൽ കോളേജിലും കമ്മ്യൂണിറ്റി കിച്ചൺ ആരംഭിക്കും, സർക്കാരിൻ്റെ ചുമതലയിൽ. ആദ്യം തുടങ്ങുക ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ്. അവിടെ കമ്മ്യൂണിറ്റി കിച്ചൺ ഉണ്ടാകും. അവിടെ നിന്നാണ് രോഗികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. അല്ലാതെ ഈ ബാനറും കൊടിയും ഒക്കെ തള്ളിപ്പിടിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് വരേണ്ടതില്ല. അത് രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗമായിട്ടാണ് എന്ന രീതിയിലാണ് മുരളീധരൻ പറഞ്ഞത്. ഇനി അഥവാ അങ്ങനെ ഡിവൈഎഫ്ഐക്കാർക്കും സേവാഭാരതിക്കും പൊതിച്ചോറ് കൊടുക്കണം നിർബന്ധമുണ്ടെങ്കിൽ ഈ കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കുക എന്ന രീതിയിലാണ് പറഞ്ഞത്. പക്ഷെ അക്കാര്യത്തിൽ മുരളി ഒരു വ്യക്തത വരുത്തിയിട്ടില്ല. പൊതിച്ചോറ് കൊണ്ടുവരുന്നതിന് കുഴപ്പമില്ല, ഈ കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കുക. കമ്മ്യൂണിറ്റി കിച്ചന്റെ പ്രവർത്തകർ, അതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ നടത്തിപ്പുകാരും അതത് വാർഡുകളിലെ രോഗികൾക്ക് എത്തിക്കും എന്ന അർത്ഥത്തിലാണ് പറഞ്ഞത്. പക്ഷേ ഇപ്പോഴത്തെ സേവാഭാരതിയുടെയും ഡിവൈഎഫ്ഐയുടെയും പൊതിച്ചോറ് വിതരണം ബാനറും കൊടിയും കെട്ടി നടത്തില്ല എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറഞ്ഞത്. ആളുകളെങ്ങനെ ബാനർ കെട്ടി കൊടുക്കാൻ പാടില്ല. ഒരു കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങാൻ തീരുമാനിച്ചു. അവന് ആർക്കും ആണെങ്കിലും ഭക്ഷണം കൊണ്ട് അവിടെ ഏൽപ്പിക്കാം. അതിന് സംഘടന, പക്ഷേ ബാനറോ പേരോ കൊടിയൊന്നും പാടില്ല. അതങ്ങനെ കൊടി കെട്ടേണ്ട സ്ഥലമല്ല സർക്കാർ ആശുപത്രി. ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഈ സൗജന്യ പൊതി വിതരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം കെ സുധാകരൻ MLA രംഗത്ത് വന്നിരുന്നു. അദ്ദേഹം പറയുന്നത് ഇതൊരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ ഭാഗം കൂടിയാണ്, ഇത്തരത്തിലുള്ള കൊടിയും ബാനറും കെട്ടിയുള്ള ഈ ഒരു പൊതിച്ചോറ് വിതരണം. അതുകൊണ്ട് ഈ പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ നടക്കുന്ന രാഷ്ട്രീയ ചൂഷണം അവസാനിപ്പിക്കണമെന്ന് ജി സുധാകരൻ MLA കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ: അന്നദാനം കൊടുക്കുകയാണ്, ഗവൺമെന്റ് ജോലിയുണ്ട്. ഞങ്ങൾ ചോറ് കൊടുക്കുക, ഞങ്ങൾ കഞ്ഞി കൊടുക്കുക, എന്നിട്ട് അവിടെ കൊടി കൊടുക്കുക. ഇതെല്ലാം നീക്കം ചെയ്യാം. ഒരു പാർട്ടിയുടെ കയറ്റില്ല. പാർട്ടിയിൽപ്പെട്ട മനുഷ്യന് വരാം, അവിടെ പാർട്ടി എടുക്കാൻ വരരുത്. സംഘടനകൾ അവിടെ യാതൊരു ഭക്ഷണവും കൊടുക്കേണ്ട കാര്യമില്ല. ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെന്റ് മെഡിക്കൽ കോളേജാണ്. സേവാഭാരതി അവിടെ ഒരു ഷെഡ് കെട്ടി അവർ കൊടുക്കുകയാണ്. ഈ തീരുമാനത്തിന് ശേഷം സൂപ്രണ്ടിനെ നമ്മൾ ജനതയെ കാണിക്കുന്നത് അത് കലക്ടർ പറഞ്ഞപ്പോൾ കലക്ടർ എവിടെ ഉണ്ടായിരുന്നല്ലോ. ഇത് പാടനെ തന്നെ തീരുമാനിച്ചത്. ദൈവം തമ്പുരാൻ വിചാരിച്ചാൽ നന്നാവും, ആരെങ്കിലും വിചാരിച്ചാൽ നന്നാവും. കലക്ടറാണ് ചെയർമാൻ, അവിടുത്തെ വികസന സമിതിയാണ്. അവരാരും അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇനി മുതൽ പൊതിച്ചോറ് വിതരണം ഈ കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കുക എന്നതാണോ, അതോ കൊടിയും ബാനറും മാത്രം മാറ്റിയതിന് ശേഷം അവർക്ക് വിതരണം ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്. അതിൽ അദ്ദേഹം ഒരു ക്ലാരിഫിക്കേഷൻ നൽകിയിട്ടില്ല. അദ്ദേഹം പറയുന്നത് ബാനറും കൊടിയും ആയിട്ട് അകത്തേക്ക് വരരുത്, നിങ്ങൾ കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കൂ എന്നുള്ളതാണ്. അപ്പോൾ ആ വിതരണ ശൃംഖല എങ്ങനെയാണെന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. പക്ഷെ അദ്ദേഹം പറയുന്നത് കമ്മ്യൂണിറ്റി കിച്ചന് മാത്രമേ ഇനി മെഡിക്കൽ കോളേജുകളിൽ ഭക്ഷണം വിതരണം ചെയ്യാനുള്ള ചുമതല അവർക്കാണ്. ബാക്കി ഈ പറയുന്ന ഡിവൈഎഫ്ഐക്കോ സേവാഭാരതിക്കോ ഇല്ല. ഈ സേവാഭാരതിയുടെയും ഡിവൈഎഫ്ഐയുടെയും എന്തൊക്കെ പറഞ്ഞാലും ഈ പറയുന്ന ലക്ഷക്കണക്കിന് പേർക്ക് ഇതിന്റെ ആനുകൂല്യം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഡിവൈഎഫ്ഐയുടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഭക്ഷണ വിതരണം നമ്മൾ പോയി കണ്ടാൽ മനസ്സിലാക്കാൻ കഴിയും. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വയർ എരിയുന്നവരുടെ മിഴി നിറയാതിരിക്കട്ടെ എന്നുള്ള ഒരു മുദ്രാവാക്യവുമായിട്ടാണ് ഡിവൈഎഫ്ഐ ഇത്തരം ഒരു വലിയൊരു പരിപാടി നടത്തിയത്. അതിപ്പോഴും മുടങ്ങാതെ നടക്കുന്നുണ്ട്. സേവാഭാരതിയും അതുപോലെ പല മെഡിക്കൽ കോളേജിലും, ആലപ്പുഴ മെഡിക്കൽ കോളേജിലടക്കം സേവാഭാരതിയും സമാനമായ നിലയിൽ പൊതിച്ചോറ് വിതരണം നടത്തുന്നുണ്ട്. ഇവിടെ വരുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഡിവൈഎഫ്ഐ ആയാലും സേവാഭാരതി ആയാലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഇത് പൊതിച്ചോറ് കൊണ്ടുവരുന്നതിന്റെ ഫോട്ടോ എടുക്കുന്നു, അത് സമൂഹ മാധ്യമങ്ങൾ വഴി ഈ പൊതിച്ചോറ് വിതരണം കാണിക്കുന്നു. ഇങ്ങനെ അവരുടെ ഒരു രാഷ്ട്രീയ മുതലെടുപ്പിന്റെ വേദിയായി സർക്കാർ ആശുപത്രികൾ മാറുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ്. മുരളീധരൻ ഉന്നയിച്ചതുപോലെ ഈ സർക്കാർ ആശുപത്രി സംവിധാനം എന്ന് പറയുന്നത് അതിനകത്ത് കയറി രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഒരു ഇടമല്ല. അതുകൊണ്ട് ഈ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും നടത്തുന്ന പൊതിച്ചോറ് വിതരണം ഇനി മുതൽ കൊടിയും ബാനറും കെട്ടാതെ കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കുക. അവർ അത്
വേണ്ടപ്പെട്ടവർക്ക്, അർഹതപ്പെട്ടവർക്ക് നൽകും എന്ന തരത്തിലാണ് മുരളീധരൻ പ്രതികരിച്ചത്. അതിലെ സംസ്ഥാനത്തെ ആദ്യത്തെ കമ്മ്യൂണിറ്റി കിച്ചൺ തുടങ്ങുന്നത് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുമാണ് എന്ന് ഈ കെ മുരളീധരൻ അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഡിവൈഎഫ്ഐയും സേവാഭാരതിയും ഇതിനോട് ഔദ്യോഗികമായി ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. അവരുടെ പ്രതികരണം എന്താണ്, അവരുടെ തുടർ നടപടികൾ എന്താണ്? മുരളീധരൻ പറയുന്നത് പോലെ കൊടിയും ബാനറും ഒഴിവാക്കി കൊണ്ടുവന്ന് ഭക്ഷണം കമ്മ്യൂണിറ്റി കിച്ചനെ ഏൽപ്പിക്കുമോ, അതോ പഴയ രീതിയിൽ തന്നെ സർക്കാരിനോട് ഏറ്റുമുട്ടി ഒരു സമരത്തിൻ്റെ പോർമുഖം തുടർന്നുകൊണ്ട് തങ്ങളുടെ പഴയ നിലപാട് തന്നെ വേണം, ബാനറും കൊടിയും കൊണ്ട് അകത്ത് കയറി പഴയതുപോലെ തന്നെ വിതരണം തുടരണം, അതായത് തൽസ്ഥിതി തുടരണമെന്ന നിലപാടാണോ ഡിവൈഎഫ്ഐക്കും സേവാഭാരതിക്കും ഉള്ളത് എന്നതിനെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കാരണം അവർ രണ്ടുപേരും ഔദ്യോഗികമായി ആരോഗ്യമന്ത്രിയുടെ ഈ ഒരു തീരുമാനത്തോട് പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.